കയ്യിലേക്ക് പൈസ വരുന്നുണ്ട്, പക്ഷെ ദേ പോയി ദാ വന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ മൈ ബ്രാൻഡ് മൈ പ്രൈഡിൻ്റെ എപ്പിസോഡ് നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. കാരണം ഈ ഫീൽഡിൽ അത്യാവശ്യം നമ്മളെ ഒന്ന് എന്താ പറയുക എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ജോൺ സി ജേക്കബ്. So welcome to My Brand My Pride. Yeah, thank you. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ നമുക്ക് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും. എന്താണ് നമ്മുടെ തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സർവീസസ്? തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എൻ്റെയർ ഫൈനാൻഷ്യൽ പ്ലാനിങ്, എൻ്റെയർ പ്രൊഡക്ട്സ് അതർ ദാൻ ക്രിപ്റ്റോ കറൻസി, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. അതെന്ത് ഈ അതർ ദാൻ ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസി എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് 98% ആളുകളെയും പൈസ പോകുന്ന ഒരു പരിപാടിയാണ്. ഈ പ്രാവശ്യം ബഡ്ജറ്റിൽ അതിന് ടാക്സും കൂട്ടിയിട്ടുണ്ട് ട്രേഡ് ചെയ്യുന്നതിന്. അപ്പോൾ ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് എനിക്കറിയില്ല. വേറെ എന്ത് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ, ഇൻക്ലൂഡിങ് റിയൽ എസ്റ്റേറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, PMS, ഗിഫ്റ്റ് സിറ്റി, ഫിക്സഡ് ഡിപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസ് സ്കീം, ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, എനിത്തിങ് യു വാണ്ട് ഇൻ ദ വേൾഡ്, ദ എർത്ത്, യു ക്യാൻ കോൺടാക്ട് തിരുക്കൊച്ചി. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തത് എനിക്കതിനെക്കുറിച്ച് അറിയത്തുമില്ല, പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. പിന്നെയുള്ള എല്ലാം ഞങ്ങളൊരു ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ് ചെയ്യുന്നത്. ഏത് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സും നമ്മൾ ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നില്ലെങ്കിൽ വി ആർ ഡീൽ വിത്ത് സം അതർ പേഴ്സൺ. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് ചെയ്യും. ബേസിക്കലി 4 പ്രൊഡക്ട്സ് ഇന്ത്യയിലുള്ളൂ. റിയൽ എസ്റ്റേറ്റ് മലയാളിക്ക് അറിയാം, ഗോൾഡ് മലയാളിക്ക് അറിയാം, ദെൻ ഇക്വിറ്റി. ഈ ഇക്വിറ്റിയിൽ ഇഷ്ടംപോലെ വകഭേദങ്ങളുണ്ട്. അതാണ് മ്യൂച്വൽ ഫണ്ട്, ഏറ്റവും പോപ്പുലർ മ്യൂച്വൽ ഫണ്ട്സ്, SIP. പിന്നുള്ളത് ഡെറ്റ്. ഡെറ്റ് എന്ന് പറയുന്നത് അത് മലയാളിക്ക് അറിയാം, അതിൻ്റെ പേര് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് ഫിക്സഡ് ഡിപ്പോസിറ്റ്സ്. ഈ 4 പ്രൊഡക്ട്സേ ഉള്ളൂ. ഇതിൽ ഈ ഇഷ്ടംപോലെ വകഭേദങ്ങളുണ്ട്. ഡെറ്റ് എന്ന് പറയുന്നത് ചെറിയ ലൈൻസ് ഉണ്ട്. അപ്പം സാധാരണ അറിയപ്പെടുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഇക്വിറ്റി എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിലും ഇഷ്ടംപോലെ പേപ്പർ ഗോൾഡ് ഉണ്ട്, പേപ്പർ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ വകഭേദങ്ങളുണ്ട്. ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്, ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും നമ്മുടെ അടുക്ക് വന്നാൽ മതി. വി ആർ നോട്ട് അഡ്വൈസിങ് എനിബഡി, വി ആർ ഷെയറിങ് ദ ഇൻഫർമേഷൻ. സോ അഡ്വൈസ് ചെയ്യുന്ന ഡിഫറൻസ്. അഡ്വൈസ് ചെയ്യുക എന്ന് പറയാൻ നമ്മൾ ഒരു ക്ലയൻസ് നമ്മുടെ അടുക്ക് വന്ന് നമ്മൾ അവരോട് പറയുകയാണ് യു ഇൻവെസ്റ്റ് ഇൻ ദീസ് പ്രോഡക്ട്സ്. അതൊരിക്കലും നമുക്ക് പറയാൻ അലൗഡ് അല്ല. നമ്മൾ പറയുന്നത് ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. സെലക്ട് ചെയ്യേണ്ടത് അവരാണ്. നമ്മൾ ഡോക്ടർ അല്ല. അതായത് ഒരു അസുഖമായിട്ട് ഒരാൾ വന്ന് ഇന്ന മരുന്ന് കഴിച്ചോളാം നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ അടുക്ക വന്ന് ഡോക്ടർ എന്ന രീതിയിൽ നമ്മൾ പറയും ഇതൊക്കെയാണ് നിങ്ങളുടെ അസുഖങ്ങൾ, ഇന്ന മരുന്നുകൾ മേടിച്ചാൽ നിങ്ങൾക്ക് മാറും, താല്പര്യം ഉണ്ടെങ്കിൽ ഈ മരുന്നുകൾ കഴിക്കുക, ഈ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എന്താ? കാരണം നമ്മൾ മിക്കവാറും ഈ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ ഒക്കെ ഇതിൻ്റെ ഒക്കെ ഒരു തുടക്കം മറ്റേ വട്ടിപ്പലിശ കൊടുക്കുന്നതായിരിക്കുന്നതാണ് നമ്മുടെ ഒരു ബേസിക് നോളജ്. സാറിൻ്റെ ഒരു തുടക്കം എന്താ? സാർ എന്നാ പരിപാടി തുടങ്ങുന്നത്? ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു 25 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. 10 വർഷം ഞാൻ ഇന്ത്യയിലെ ബെസ്റ്റ് ഫൈനാൻഷ്യൽ സർവീസിംഗ് പ്രൊവൈഡിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്നതിന് ഒരു മടിയില്ല. ബജാജ് ക്യാപിറ്റൽ ലിമിറ്റഡ്, ഇത് ഓൾറെഡി 60 years ഓൾഡ് ഫൈനാൻഷ്യൽ പ്ലാനിങ് കമ്പനിയാണ് ഇന്ത്യയിൽ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് 10th year കേരളത്തിലായിരുന്നു, സ്റ്റേറ്റ് ഹെഡായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ റിസൈൻ ചെയ്തിട്ട് എൻ്റെ സ്വന്തം കമ്പനി തുടങ്ങി. ആ കമ്പനിയുടെ പേരാണ് തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇപ്പോൾ അത് 15 കൊല്ലമായി. 25 വർഷമായിട്ട് ഈ ഫീൽഡുണ്ട്. ഓൺലി ദീസ് പ്രോഡക്ട്സ്, ഓൺലി ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ പറഞ്ഞ 4 കാറ്റഗറി അല്ലാതെ ഒരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമില്ല, വേറെ ഏജൻസി എടുത്തിട്ടുമില്ല, വേറെ ഒന്നും ചെയ്തിട്ടുമില്ല. ഈ ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയിൽ സാറിന്റെ പൈസ കൊണ്ട് ചെയ്യൂല എന്ന് ഉറപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഒരിക്കലും വട്ടിക്ക് പലിശ കൊടുക്കുകയില്ല. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്റെ പോയിന്റ് പൊളിച്ചു. അത് ഞാൻ ഒരു ക്രിസ്ത്യൻ ആണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ വട്ടിപ്പലിശ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇന്ന് വരെ ഇൻട്രാഡേ, അതായത് ഞാൻ പറഞ്ഞ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇൻട്രാഡേ പരിപാടിയില്ല, എനിക്കറിയില്ല സത്യമായിട്ടും. പിന്നെ മൂന്നാമതാണ് ഞാൻ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി. എൻ്റെ ഓഫീസിലിരിക്കുന്ന സ്റ്റാഫ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾക്ക് കിട്ടേണ്ട റിട്ടേൺ ഇൻഫ്ലേഷൻ +5%, അത് 12 to 15% കിട്ടിയ ഹാപ്പി ആയിരിക്കണം.
അപ്പുറത്ത് 100% റിട്ടേൺ കൊടുക്കുന്ന പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടാവും. നമ്മൾ അതിൻ്റെ ഒന്നും പുറകെ പോകണ്ട. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ലേറ്റസ്റ്റ് ആയിട്ട് സിൽവർ 100% റിട്ടേൺ കൊടുത്തു, 200% കൊടുത്തു. ആദ്യം ഇട്ടവർക്ക് കിട്ടി, ഇപ്പോൾ ഒരു 3 months ബിഫോർ ഇട്ടവർക്കോ 40% മൈനസ്. നമ്മളിതിൻ്റെ പുറകെ പോകാതെ നമ്മൾ ഡിസിപ്ലിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു പ്ലാൻ വേണം. നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ഡിസിപ്ലിനായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സൈലൻ്റായിട്ട് ഇരിക്കുക. ഒരു ടെൻഷനില്ല. ഞാൻ പറഞ്ഞില്ല, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ 20% റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. വൺസ് വി റീച്ച് ഫൈനാൻഷ്യലി സേഫ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അസറ്റ് അലോക്കേഷൻ 20% റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് അത്യാവശ്യം ഫൈനാൻഷ്യലി സൗണ്ട് ആയി കഴിയുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഹൗസ് വാങ്ങിക്കുന്നതിന് എപ്പോഴും വാങ്ങിക്കുക. അത് നമ്മുടെ ഡ്രീമാണ്. അത് വിട്ടുകളയാം. അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, നമ്മുടെ ആഗ്രഹമാണ്. അത് വാങ്ങിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ പലരും പറയാറുണ്ട്, നമ്മൾ ഇവിടെ താമസിക്കണം, റെൻറ്റഡ് ഹൗസിൽ താമസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. അതൊക്കെ മണ്ടത്തരോ. കാരണം നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ. നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഡ്രീമാണ് സ്വന്തമായിട്ട് വീട്. അത് വാങ്ങിക്കുക. രണ്ടാമത് ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വരുമ്പോൾ അത് നമ്മൾ തന്നെ പറയാറുണ്ട്, 4 കോടി രൂപ നമ്മുടെ ഫൈനാൻഷ്യൽ അസറ്റ്സ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ റിയൽ എസ്റ്റേറ്റ് പരിഗണിക്കാൻ പാടുള്ളൂ. കാരണം ഇപ്പം നേരെ തിരിച്ചാണ് കേരളത്തിൽ മലയാളികളുടെ 4 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, 10,000 രൂപ പോലും ഫിക്സഡ് ഡിപ്പോസിറ്റിലോ ഇവിടെ ഇല്ല. അതൊക്കെ ലിക്വിഡിറ്റി പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കൺസൾട്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണെന്നേ. അത് പറഞ്ഞാൽ മനസ്സിലായി. ഒരു കൺസൾട്ടേഷൻ വേണം ഇതിന്. ഇതിപ്പോ ഫീസ് തരാണ്ട് ഞാനങ്ങ് കൺസൾട്ട് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരാള് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോൾ തുടങ്ങണമെന്ന് ചോദിച്ചാൽ എനിക്ക് ബേസിക്കലി എപ്പോഴും കിട്ടിയിട്ടുള്ളത് അയാൾ എന്നാണോ ഏൺ ചെയ്ത് തുടങ്ങുന്നത് അന്ന് തൊട്ട് തുടങ്ങണം എന്നാണ്. ഇപ്പൊ നമ്മൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടി തുടങ്ങിയാൽ ഈ ശമ്പളം നമ്മൾ ആദ്യത്തെ ആ കിട്ടി തുടങ്ങുന്ന പ്രായത്തിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സേവിങ്സിനെ കുറിച്ചും ടു ബി വെരി ഫ്രാങ്ക് ആലോചിക്കില്ല. എപ്പോഴും ആലോചിക്കണം എങ്ങനെ ഇത് അലോക്കേറ്റ് ചെയ്യണം, ഇത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം. ഇത് പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ് എമൗണ്ട് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ കമ്പാരിസൺ ഇപ്പോൾ ഒരു 1 lakh rupees സാലറി കിട്ടിക്കഴിഞ്ഞാൽ 1 lakh കിട്ടുന്ന പോലെ നമ്മൾ തുടക്കം 20-30 20,000 രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഫാമിലിയിൽ വേറെ ഇഷ്യൂ ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ, അതായത് ഫാമിലി സപ്പോർട്ട് ചെയ്യേണ്ട ആളല്ലെങ്കിൽ ഒരു 30% സേവ് ചെയ്യുക. അതായത് 6,000 രൂപ. ബാക്കി നിങ്ങൾ ചിലവ് ചെയ്തു, ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ചിലവാക്കുക. അതായത് ഒരു 6,000 രൂപ സേവ് ചെയ്യുക. ഈ 6,000 രൂപ സേവ് ചെയ്യുമ്പോൾ അതിൽ കറക്റ്റ് അസറ്റ് അലോക്കേഷൻ, എത്ര രൂപ FD ഇടണം, എത്ര രൂപ ഗോൾഡ് മേടിക്കണം, എത്ര സിൽവർ ഇടണം, എത്ര ഇക്വിറ്റിയിൽ ഇടണം. ഓൾവേസ് ഇക്വിറ്റി ഡയറക്റ്റ് മേടിക്കുന്ന ബെറ്റർ. അറിവും കഴിവും സമയമില്ലെങ്കിൽ അതിന് പകരമായിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനൊരു മെത്തേഡുണ്ട്, ശാസ്ത്രീയമായ മെത്തേഡുകൾ എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മാത്രമാണ് എല്ലാവർക്കും പേടി. എത്ര ഇടണം? ഈ 6,000 രൂപ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനൊരു ജോലി കിട്ടിയത് 25 വയസ്സിലാണെന്ന് കൂട്ടിക്കോ. അദ്ദേഹത്തിൻ്റെ ഏജ് -100 അടിക്കുക, 75. ഇപ്പം 100 - 25 75 രൂപ. ഈ 3,000 രൂപ 6,000 രൂപയുടെ 75% ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ മേജർ ഷെയർ ഇക്വിറ്റിയിലാണ് കൊടുക്കേണ്ടത്. സ്റ്റാർട്ടിങ് ഈസ് യങ്, ഹി ക്യാൻ ടേക്ക് റിസ്ക്. എന്നിട്ട് എല്ലാ വർഷവും ഇതിങ്ങനെ കുറച്ചുകൊണ്ട് വരിക. അടുത്ത വർഷം ഇറ്റ് ഈസ് കം ഡൗൺ ടു 74, 73, 74 ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരുന്നാൽ മതി. നോ പ്രോബ്ലം. അത് യങ്സ്റ്റേഴ്സിന്. പക്ഷേ യങ്സ്റ്റേഴ്സിനെല്ലാം ഞങ്ങൾ പറയുന്നൊരു മെത്തേഡുണ്ട്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന 25 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി, മലയാളിക്ക് അറിയത്തില്ലാത്തവർ ഞാനിപ്പോൾ പറഞ്ഞുതരാം, അവരുടെ ഫാമിലിയിൽ നിന്ന് ഔട്ടാണ്. ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ ഫാമിലി. നമ്മൾ പറയും ഞാൻ അപ്പനും അമ്മയും ചേട്ടൻ്റെയും ചേച്ചിയുടെ കൂടെ എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. കാരണം വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ട് 25 ഇയേഴ്സ് കഴിഞ്ഞാൽ യു ആർ നോട്ട് പാർട്ട് ഓഫ് ദ ഫാമിലി. പ്രൂഫ് ചെയ്യാൻ തരാം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ 25 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പുറത്താ. ദാറ്റ് മീൻ യു ആർ ഔട്ട് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ 25 വയസ്സായ ആദ്യം ചെയ്യേണ്ടത് ഞങ്ങളുടെ ഒരു ഇമ്മ്യൂണൈസേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയില്ല, അതൊരു ഫൈനാൻഷ്യൽ ചെക്കപ്പ് ഞങ്ങൾക്കുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ വരുമ്പോൾ തന്നെ ക്ലയൻസിന് എടുത്ത് കൊടുക്കും. സാർ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, ഓക്കെ ആണോ നോക്കുക. അത് നമ്മൾ ആദ്യം പറയുന്നത് അതിൻ്റെ പേരൊക്കെ നമ്മളിട്ടുണ്ട്, MTCN. നമ്മുടെ ESR നോക്കുന്ന പോലെ MTCN എന്നൊരു അത് ഞങ്ങൾ പറയുന്നതാണ് ഫൈനാൻഷ്യൽ ഇമ്മ്യൂണൈസേഷൻ ടെസ്റ്റ്. ഈ ഫൈനാൻഷ്യൽ ഇമ്മ്യൂണൈസേഷൻ ടെസ്റ്റ് കൊണ്ട് സാർ ഉദ്ദേശിക്കുന്നത് എന്താ? അത് ചെയ്ത ആളുകൾ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇത് ചെയ്യാതെ അത് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതിന് എലിജിബിൾ ആണോ എന്ന് നോക്കുന്ന ടെസ്റ്റാണ്. അപ്പോൾ വാട്ട് എക്സാക്ട്ലി ഈസ് ദാറ്റ്? പക്ഷേ ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായി എടുത്തിരിക്കണം. 2 ടേം ഇൻഷുറൻസ്, അത് അവരുടെ സാമ്പത്തിക ഭദ്രത അനുസരിച്ചാൽ മതി. 3 ക്യാൻസർ. കേരളത്തിൽ എത്ര പേർക്ക് ക്യാൻസർ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ക്യാൻസർ കെയർ പൊളിച്ചെടുക്കുക. അത് 4ാമത്തെ പ്രോഡക്ട്സാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് തന്നെയാണ് NPS.
നാഷണൽ പെൻഷൻ സ്കീം എടുക്കാതെ ഒരാളും വേറെ ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരാണ് നാഷണൽ പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ വേറെ ഏത് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻഡയറക്ട്ലി സാറിനെ മണ്ടിന്ന് വിളിച്ച്. കാരണം ബാക്കി എല്ലാ പ്രൊഡക്ട്സുകളും നമുക്ക് എപ്പോഴും എടുക്കാം, എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നാഷണൽ പെൻഷൻ സ്കീമിൽ നമുക്ക് വൺസ് പൈസ ഇട്ട് കഴിഞ്ഞാൽ 15 കൊല്ലം കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അറിയാതെ പോലും അറിയാതെ പോലും അതിന് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 15 ഇയേഴ്സ് ബ്ലോക്ക്ഡാണ്. നേരത്തെ 60 ഇയേഴ്സ് വരെയായിരുന്നു. ഇപ്പം ദിസ് ഫൈനാൻഷ്യൽ ഇയർ തൊട്ട് മിനിമം ലോക്കിംഗ് പീരീഡ് അതിന് 15 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട്. 15 ഇയേഴ്സ് കഴിയുമ്പോൾ കുറേ റൂൾസുകളുണ്ട്. 80% തിരിച്ച് കിട്ടും, ടാക്സ് ഫ്രീ, 20% ആനുവിറ്റി മേടിക്കും, ഇങ്ങനെ നിയമങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകില്ല. പക്ഷെ വേറെ അഡ്വാൻറ്റേജ്, ഇതിപ്പോൾ കഴിഞ്ഞ 2025 ഫൈനാൻഷ്യൽ ഇയറിൽ ഫൈനാൻസ് മിനിസ്റ്റർ അതിൻ്റെ എൻട്രി ഏജ് മാറ്റി 0 ആക്കി. അതായത് നമുക്കൊരു കുട്ടി ജനിച്ചാൽ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ മാഡം പറയുന്നത് നിങ്ങളുടെ കുട്ടിയുടെ പേരിൽ ഒരു പേരിട്ടാൽ ആദ്യം എടുക്കേണ്ടത് NPS ആണ്. ഇറ്റ് ഈസ് ടാക്സ് ഫ്രീ ആണ്, ഇറ്റ്സ് കൺട്രോൾഡ് ബൈ PFRDA. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നാഷണൽ പെൻഷൻ സ്കീം എടുക്കാത്തവർ മണ്ടന്മാരാണെന്ന് സാർ പറയണമെങ്കിൽ ഓഫ് കോഴ്സ് ഈ 15 വർഷത്തേക്ക് അത് ലോക്കാണെന്ന് ഉള്ളതല്ലാണ്ട് വേറെയും പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്. അതിന് കാരണം വെച്ചാൽ അതിന് ടാക്സ് ഫ്രീ ആണ്. അതിൻ്റെ 3 ഓപ്ഷൻ ഉണ്ട്. ഗവൺമെൻറ് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കോർപ്പറേറ്റ് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അതിന് മണ്ടന്മാരാന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞത് ആരും മണ്ടന്മാരാന്നല്ല ഞാൻ പറഞ്ഞു, ഒരു ഐഡിയക്കും പറഞ്ഞതേ ഉള്ളൂ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ PSC എഴുതുന്നത്. എഞ്ചിനീയർമാർ വരെ PSC ടെസ്റ്റ് എഴുതിയിട്ടിരുന്നിട്ട് ഫസ്റ്റ് റാങ്ക് ആണ്, ജോലി കിട്ടുന്നുമില്ല. അപ്പോൾ ആ ജോലി കിട്ടാൻ വേണ്ടിയാണല്ലോ PSC ടെസ്റ്റ് എഴുതുന്നത്. ആ ജോലി കിട്ടിയ 2006 ശേഷം ജോലി കിട്ടിയ എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെയും പെൻഷൻ എന്ന് പറയുന്നത് ഈ NPS ആണ്. മനസ്സിലായി? സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കും, ലാസ്റ്റ് പെൻഷൻ്റെ 50% കിട്ടുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, അത് ഗവൺമെൻറ് ഗ്യാരണ്ട്. 2006 ശേഷം അതില്ല. ഈ സെയിം NPS ആണ് നമുക്കുള്ളത്. ഇപ്പം ഞാൻ ഇന്ന് മാഡം ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ഇന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ മാഡത്തിന് സർക്കാർ ജോലി കിട്ടി, 14% സർക്കാർ കൊടുക്കും, 14% മാഡത്തിൻ്റെ അക്കൗണ്ടിൽ, 14+14 28%. സെയിം ടൈം ഐ എം എ പബ്ലിക് എംപ്ലോയി, 28% ഞാൻ അടച്ചാൽ ഞാനും സർക്കാർ എംപ്ലോയി ആയില്ലേ? അതായത് സർക്കാർ എംപ്ലോയി ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റുകൾ കിട്ടാൻ നിങ്ങൾക്ക് സർക്കാർ എംപ്ലോയി ആവണമെന്നില്ല എന്ന് നാഷണൽ പെൻഷൻ സ്കീമിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് അല്ലേ? ഓക്കെ, മനസ്സിലായി. കാരണം അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഒരു വർഷം ഒരു ട്രാൻസാക്ഷൻ നടത്തിയാൽ 1000 rupees, കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഏറ്റവും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ 15 കൊല്ലം കഴിഞ്ഞ് കിട്ടുകയുള്ളൂ എന്നുള്ള ഏറ്റവും വലിയ ബ്യൂട്ടി. എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സപ്പോസ് യു ആർ ഗോയിങ് ഔട്ട് ഫോർ ടു ടേക്ക് എ കപ്പ് ഓഫ് ടീ, ഒരു സ്നാക്സ് എടുത്ത് 50 രൂപ ആവും. സെയിം ടൈം ഒരു 50 രൂപ ഗൂഗിൾ പേ വഴി NPS-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ് 50 rupees വിൽ ബി ദെയർ ഫോർ 15 years. ആൾ മനസ്സിലാക്കുന്നത് ബാക്കി ഏത് പ്രോഡക്റ്റും മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോപ്പുലർ പ്രോഡക്റ്റ് നമ്മൾ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് SIP ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ അതിൻ്റെ 7 കോടി ജനങ്ങളെ മ്യൂച്വൽ ഫണ്ട് ചേർന്നിട്ടുണ്ട്. അതിൽ 10% ആളുകൾ പോലും പൈസ ഉണ്ടാക്കുന്നില്ല, ട്രേഡ് ചെയ്യുക ഈ ഓൺലൈൻ ആപ്പ് വഴി. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അസറ്റ് അലോക്കേറ്റ് ചെയ്ത് ചെയ്യുക. കാരണം വെച്ചാൽ ആവറേജ് ഈ മ്യൂച്വൽ ഫണ്ട് SIP എന്ന പോപ്പുലർ സ്കീമിൻ്റെ ആവറേജ് ഹോൾഡിംഗ് പീരീഡ് ഈസ് ബിലോ 2 years. അതായത് ഇമ്മീഡിയറ്റ് ആവശ്യങ്ങൾക്കാണ് ഇവരത് ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ വിത്ഡ്രോ ഇറ്റ്. അത് നമ്മൾ പറയുന്നത് 30% പൈസ തൊടല്ലേ അൺടിൽ ദർ ഇസ് സം എമർജൻസി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും മണി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ നടക്കും. ചിലരിങ്ങനെ ചിന്തിക്കാറ് രണ്ട് കാര്യങ്ങൾ നടന്നിരിക്കും എല്ലാവരും, എൻ്റെയും മാഡത്തിൻ്റെ എവരി വൺ. ഒന്ന് നമ്മൾ ജീവിച്ചിരിക്കും, ഒന്ന് നമ്മൾ മരിച്ചു പോട്ടെ, പോയി തീർന്നു, ദാറ്റ്സ് ക്ലോസ്, ചാപ്റ്റർ ഇസ് ക്ലോസ്. സപ്പോസ് നമ്മളൊരു 80 വയസ്സ് വരെ ജീവിച്ചിരുന്ന എങ്ങനെ റൺ ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ കാലത്ത് ഒരു 50-55 വയസ്സ് വരെയൊക്കെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളൊക്കെ പറയുന്നത് ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ റിട്ടയർഡ് ലൈഫാണ്. അപ്പോൾ അതിന് പൈസ വേണം. അപ്പം ഞാൻ എല്ലാ ക്ലയൻസിനോടും പറയുന്നത്, യങ്സ്റ്റേഴ്സിനോടും പറയുന്നത്, ഒന്നിനെക്കുറിച്ചും പറയാണ്ട, ജോലി കിട്ടിയാൽ അന്ന് തൊട്ട് പറയാണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ റിട്ടയർമെൻറ്റ്. കല്യാണം കഴിച്ചാൽ എൻ്റെ വൈഫിൻ്റെ റിട്ടയർമെൻറ്റ്. അത് കുട്ടികളുണ്ടാവും, അവർ പഠിച്ചോളൂ, അവർ ജോലി കിട്ടും, അതൊക്കെ അങ്ങനെ പോയിക്കോളൂ. സോ ഓൺലി വൺ തിങ്, തിങ്ക് അബൌട്ട് യുവർ റിട്ടയർമെൻറ്റ് ആൻഡ് തിങ്ക് അബൌട്ട് NPS. കാരണം NPS-ൻ്റെ അടുത്ത കാര്യം ആരും നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല. കാരണം NPS-ന് കൺവീഷൻ ഇല്ല. നമുക്ക് ആർക്കും ചാരിറ്റി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. റിയലി ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ എല്ലാവരും ചോദിക്കും ജോൺസി എന്തിനാണ് ഈ NPS-നെ പ്രൊമോട്ട് ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം.
ഇതെന്ന് പറയുന്നത് ലോങ് ടൈം പ്രൊഡക്റ്റ് അല്ലേ. നാളെ ഞാനില്ലെങ്കിലും ആൾക്കാർ എന്നെ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു സർവീസ് അത്രേ ഉള്ളൂ. വേറെ ആരും ഓർത്തിരുന്നില്ലെങ്കിൽ ഞാൻ ഓർത്തിരിക്കും. അതാണ് എൻ്റെ ഐഡിയ. മനസ്സിലായി. അപ്പോൾ ഒരാള് അയാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 30% എടുത്തു മാറ്റുക. ആ 30%ന്റെ പെർസെൻറ്റേജ് അനുസരിച്ച് അതിൽ ഏറ്റവും കൂടുതൽ ഇക്വിറ്റിയിലേക്ക് ഇടുക അല്ലേ. യങ്സ്റ്റേഴ്സ് ആണ് ക്യൂട്ടി ഇടുക. അതെ, പ്രായം കുറയുന്തോറും പ്രായം കൂടുന്തോറും ഇത് കുറച്ച് വരും. അപ്പോൾ സിമ്പിൾ വേയിൽ പോയി ഇപ്പോൾ ഒരു HNI ക്ലയൻറ്റ്, ഒരു 45 years ഓൾഡ് മാൻ, ഡോക്ടർ. അപ്പോൾ ഇത് വലിയ ടെൻഷനൊന്നും പോകണ്ട. ഒരു 50% ഇക്വിറ്റി ഇടുക, 30% ഡെറ്റിൽ ഇടുക, ഒരു 10% എമർജൻസിക്ക് എൻ്റർടൈൻമെൻറ്റ് വേണ്ടി വെച്ചേക്കുക, ഒരു 10% ഗോൾഡ് സിൽവർ ഇടുക. അപ്പം 50% ഇക്വിറ്റി ആയി, ബാക്കി 30% ഡെറ്റായി, 10% എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. കാരണം ഞാൻ എപ്പോഴും ക്ലയൻസിനോട് പറയാറുണ്ട്, അതാത് വർഷത്തെ എൻ്റർടൈൻമെൻറ്റ് അതാത് വർഷം തന്നെ തീർത്തോണം. നാളെ ഉണ്ടോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ 1 ലക്ഷം രൂപ ഇൻകം ഉണ്ടെങ്കിൽ 10,000 രൂപ അതാത് മാസം ചിലവാക്കുക. ഓർ വിത്ത് ഫാമിലി വൺസ് ഇൻ ഇയർ 1,20,000 ചിലവാക്കണം. മനസ്സിലായി. ഇപ്പൊ സാറ് ഡെറ്റ് എന്ന് പറഞ്ഞ FD എന്നല്ലേ പറഞ്ഞത്. FD എന്ന് പറയുന്ന സാധനം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. FD എന്ന് പറയുന്നത് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ന്. അങ്ങനെ യൂഷ്വലി അതായത് പണ്ട് നമ്മൾ ഒരു എമൗണ്ട് കിട്ടിയാൽ അത് FD ആണ് ഇടുക. പക്ഷെ ഇപ്പൊ അങ്ങനെ ആളുകൾ ആലോചിക്കുന്നത് കുറവാണ്. വൈ ഷുഡ് ബി ഹാവ് എൻ FD എന്ന് ചോദിച്ചാൽ എന്താ പറയാ? FD എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന്റെ നെയിമാണ്. ഫിക്സഡ് ഇൻകം തരുന്നതിന് പറഞ്ഞതാണ് FD എന്ന്. അതിന് ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ടെന്നേ. മ്യൂച്വൽ ഫണ്ട്സിൽ ഫിക്സഡ് ഇൻകം എന്ന് പറയുന്നതാണ് ഡെറ്റ്. ഇപ്പം ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുക്കുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, ലൈഫ് ലോങ് 8.2%. 8.2% റിട്ടേൺ പോലെ. അതവിടെയാണ് പ്രശ്നം. ഈ എല്ലാത്തിലും 12-13 ഒക്കെ പറഞ്ഞു. എവിടെ ആരാ 12-13 കൊടുക്കുന്നത്? എനിക്കറിയില്ല, ഇവര് പറയുന്നത്. അത് നമ്മുടെ ബേസിക് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8.2 ആണ്. അതാണ് അത് 60 വയസ്സിന് മേളിലുള്ളവർക്കാണ്. സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രൊഡക്റ്റാന്ന് ഓർക്കണം. 5 years 30 lakhs ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഈ 8% മേളിൽ ആര് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്യുന്നോ ഫിക്സഡ് ആയിട്ട്, ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ് ആയിട്ട്, ഓരോ ലെവൽ കഴിയുമ്പോഴും നിങ്ങളുടെ പ്രിൻസിപ്പിൾ തിരിച്ചു കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ സമ്മൺ ഈസ് ഓഫറിങ് 9%, ഒരു 10% റിസ്ക് ഉണ്ട്. സമ്മൺ ഈസ് ഓഫറിങ് 14%, ഒരു 90% ചാൻസ് ഉണ്ട് യു വിൽ ഗെറ്റ് 90% പ്രിൻസിപ്പിൾ തിരിച്ചു കിട്ടുകയില്ല. അപ്പം നമ്മൾ തന്നെ ഡെയിലി പേപ്പറിൽ കാണാറില്ലേ, അത് പൊട്ടി ഇത് പൊട്ടി, ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പേര് കേസ് കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ ഹാർഡ് ഏൺ മണി ഒരിക്കലും കൊണ്ടുപോയി ഇങ്ങനെയുള്ള സ്കീമുകളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ചില NCDകളൊക്കെ വരുന്നുണ്ട്, നമ്മൾ വെൽ നോൺ കമ്പനികളാണ്. നമുക്കിപ്പോൾ ഒരു 5% ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ സേവിങ്സ് കൊണ്ടുപോയി ബാങ്കിലിട്ടിട്ട് ആ ബാങ്കിൽ നിന്ന് പേരുള്ള പല കമ്പനികളെ ഇട്ടിട്ട് അവിടെ പോയി സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഫിക്സഡ് ഇൻകം റിട്ടേൺ കിട്ടുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 8% ആണ്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സിലുണ്ട് 10-12% കിട്ടുന്ന ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. പക്ഷെ അത് പഠിച്ചിട്ട് ചെയ്യണം. അത് ഇൻട്രസ്റ്റ് സൈക്കിളൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിക്ക് മിനിമം ഒരു 50% ഫിക്സഡ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല വലിയ വലിയ വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നത്, വലിയ കോടീശ്വരന്മാർ. ഒറ്റ ദിവസം കൊണ്ട് പൈസയൊന്നുമില്ല. പല സിനിമ ഫീൽഡിലുള്ളവരെ കണ്ടിട്ടുണ്ട്, 5-6 സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് അടുത്ത സിനിമ ഫ്ലോപ്പായി പോകുമ്പോൾ മരിച്ചു പോകുന്നവരെ കണ്ടിട്ടുണ്ട്. മരിച്ചാൽ സൂയിസൈഡ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ പൈസ ഇപ്പം നമുക്ക് 1 കോടി രൂപ ഉണ്ട്, 50 ലക്ഷം രൂപ ഫിക്സഡ് റിട്ടേൺ കിട്ടുന്ന സേഫായിട്ടുള്ളത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ 50 lakhs നമ്മൾ കൊണ്ടുപോയി ഈ കുറച്ച് റിസ്ക്കുള്ള മ്യൂച്വൽ ഫണ്ട് പോയി സ്കീമിൽ ഇട്ടുകയും ചെയ്യുക. ഇതൊരു വോളറ്റൈൽ പ്രോഡക്റ്റാണ്. ECG പോലെ എന്ത് സംഭവിച്ചാലും നമ്മൾ പേടിക്കണം. കാരണം നമ്മുടെ 50 ലക്ഷം ഇട്ടിരിക്കുകയല്ലേ. അപ്പോൾ കൊറോണ കാലത്ത് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് 50% അടിച്ചു. 50 ലക്ഷം ഇട്ട ആളുടെ 25 ലക്ഷം ആയിപ്പോയി. ഇതായിരുന്നു മാത്രം ഉള്ളായിരുന്നെങ്കിൽ ഇതേ എടുത്തുകൊണ്ട് പോകും. പക്ഷെ ആ സൈഡിൽ 50 ലക്ഷം ഉള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് ടെൻഷനായില്ല. കൊറോണയും പോയി, എല്ലാം പോയി, മാർക്കറ്റ് അടിച്ച് മേലും പോയി. മനസ്സിലായി. ഇപ്പൊ നമ്മളിപ്പോ സാറ് പറഞ്ഞ പോലത്തെ ഈ അൺനോൺ ഫാക്ട്സ് ഉണ്ടല്ലോ ഇൻവെസ്റ്റ്മെന്റ് ഏരിയയിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസസിൽ നമുക്കറിയാത്ത കുറച്ച് അൺനോൺ ഫാക്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതെന്തൊക്കെയാ? ഈ അൺനോൺ ഫാക്ട്സ് എന്ന് നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം NRIs തുടങ്ങാം. നമ്മുടെ NRIs എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് NRI FD ടാക്സ് ഫ്രീ ആണ്. അതായത് അവരിപ്പോൾ US, UK, ഓസ്ട്രേലിയ വർക്ക് അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇന്ത്യൻ NRI FD ഇട്ട ടാക്സ് ഫ്രീ ആണ്. ഗൾഫിൽ ടാക്സ് ഇല്ല. ബാക്കി എല്ലാ രാജ്യക്കാരും ഇന്ത്യയിൽ NRI FD ഇൻവെസ്റ്റ് ചെയ്താൽ, അതായത് അവരുടെ പൈസ അവിടുന്ന് കൊണ്ട് ഗൾഫ് കൺട്രി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് ടാക്സ് ഫ്രീ ആണ്. അതിൻ്റെ ഇൻകത്തിന് അവർ ഏത് കൺട്രിയിലാണോ ആ കൺട്രി ടാക്സ് കൊടുക്കണം.
ഓ അപ്പൊ ടാക്സ് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റും? ഇതിനെക്കാട്ടും കൂടി ഇപ്പോൾ US 40% ടാക്സ്. ഓ മാൻ. ഇപ്പോൾ 1 കോടി രൂപ ഒരാൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ഇന്ത്യയിൽ 7% കിട്ടും. ദാറ്റ്സ് ടോട്ടലി ടാക്സ് ഫ്രീ. ബട്ട് ഈ ആർട്ടിസ്റ്റ് അവിടെ കാണിക്കണം, അപ്പോൾ അവിടെ 40% കൊടുക്കണം. എത്ര മലയാളികൾ കൊടുക്കുന്നു ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കുക, എത്ര മലയാളികൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ആരും കൊടുക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഫട്ക എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതായത് നമ്മളും മറ്റുള്ള രാജ്യങ്ങൾ തമ്മിൽ ഷെയറിംഗ് ഉണ്ട്. ആ ഷെയറിംഗ് ഡാറ്റ എല്ലാം മുഴുവൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കാലത്ത് പിടിക്കപ്പെട്ട പെനാൽറ്റി ഭയങ്കരമാണ്. നമ്മൾ കൊടുക്കാനുള്ള നികുതി കറക്റ്റ് കൊടുക്കുക. വേണം 1 രൂപ കൂടുതൽ കൊടുത്തു. പിടിക്കപ്പെട്ടാൽ ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയാനുള്ള ഓപ്ഷൻ ഇല്ല. ഇത് ഹ്യൂജ് പെനാൽറ്റി. ഈവൻ മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. അത് 1,20,000 കഴിഞ്ഞാൽ കൊടുത്തേ പറ്റൂ. അപ്പോൾ ചിലർ വിചാരിക്കുന്നത് എനിക്ക് വേറെ ഇൻകം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊടുക്കണ്ട. അതൊക്കെ തെറ്റാ. ഒരു ഇൻകം ഇല്ലെങ്കിലും മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് 1,20,000 കൂടുതൽ ലാഭം ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന പൈസ ഈ ടാക്സ് കൊടുത്തേ പറ്റൂ. അപ്പോൾ ചിലർ പറയും എനിക്ക് ഒരു ഇൻകം ഇല്ല, ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ലാഭം കിട്ടി, അപ്പോൾ അതിന് 1.25 കഴിഞ്ഞ് ബാക്കിയുള്ള ടാക്സ് കൊടുക്കണം. അപ്പോൾ അതൊരു മിഥ്യാധാരണയാണ് നമ്മുടെ. പിന്നെ രണ്ടാമത്തെ മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കോവിഡിന് ശേഷം 2018 ശേഷം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ മ്യൂച്വൽ ഫണ്ട് വയ്ക്കുന്ന ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട് വയ്ക്കുന്ന കേരളത്തിലെ ടോപ്പ് 10 ഒരാളാണ് ഞങ്ങളുടെ കമ്പനി. എന്നാലും ഞാൻ പറയുന്നത് ആളുകളുടെ മനസ്സിൽ കയറിയിരിക്കുന്നത് ഇതാണ് ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റാണ്. ഈ മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗ്യാരണ്ടി റിട്ടേൺ തരുന്നൊരു പ്രൊഡക്റ്റേ അല്ല. ചിലർ നമ്മളോട് പറയും ഈ 30% കിട്ടും, 40% കിട്ടും. നമ്മളോട് ഇങ്ങോട്ടാണ് പറയുന്നത്. ഇത് ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി ചെയ്യാവുന്ന പ്രൊഡക്റ്റ് അല്ല. ലോങ് ടേമിൽ 12 to 15% കിട്ടും. അത് മേളിൽ കിട്ടിയ ബോണസ്. ഈ ലോങ് ടേം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയാണ്? ഒരു 7 years പ്ലസ്. ഓക്കെ, 7+ years. 7+ years ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ 1 year. ഇപ്പം ഞാൻ തമാശയായിട്ട് ആൾക്കാരോട് പറയാറുണ്ട്, സാറേ ഇപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തൊരു 50 ലക്ഷമോ 10 ലക്ഷമോ SIP ഇൻവെസ്റ്റ് ചെയ്യാനും ചിലപ്പോൾ 59 മാസവും ഇത് മൈനസ് ആയിരിക്കും. 60th month, അത് 60ാമത്തെ മാസം ഇത് ഡബിൾ ആവും. ദാറ്റ് മീൻ ഇത് 20% റിട്ടേൺ ആയി. ഈ 59 മാസം ഇത് മൈനസായി നോക്കാനും കാണാനുള്ള ശക്തി മനസ്സിന് വേണം. അത് മനുഷ്യൻ ഇങ്ങനെ ഇപ്പം ഞാനിപ്പോൾ 25 വർഷമായി ഞാൻ പറയില്ലേ, നമ്മുടെ ക്ലയൻസൊക്കെ ചെയ്യുന്നറിയാം. അതായത് ഒരു 70% ക്ലയൻറ്റിൽ നിന്ന് അവർ എഡ്യൂക്കേറ്റഡാണ് എൻ്റെ ക്ലയൻസൊക്കെ. ബാക്കിയുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ ടോപ്പിൽ നിൽക്കും വിടും, അത് താഴെ പോകും. അത് വീണ്ടും പ്രിൻസിപ്പിൾ ആകുമ്പോൾ എടുത്തുകൊണ്ട് പോകും. ദെൻ അഗൈൻ ഇറ്റ് വിൽ ഗോ അപ്പ്. പിന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യും. താഴ്ത്തു വരും. ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ കമ്പനിയൊന്നും അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ റീസെൻറ്റ് ഗോൾഡ് അപ്പിലൊന്നും ഞങ്ങളൊക്കെ പറയുന്നത് അറിയില്ല എന്തും സംഭവിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിയിലെ മിക്കവാറും ക്ലയൻസിനൊക്കെ 10% ഗോൾഡ്, പേപ്പർ ഗോൾഡ് ഉണ്ട്. പിന്നെ ഗോൾഡ് ഒത്തിരി ഒന്നും മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാ ഹൗസ് ഗോൾഡ് വൈഫിൻ്റെയിലും നമ്മളെക്കാട്ടിയും കൂടുതൽ പൈസ ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ പറയുന്നത് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒന്നീ അമ്മ അല്ല ഭാര്യ. കാരണം അവരിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഇരിക്കുന്നത്. ഒരു കൊല്ലം കൊണ്ട് ഗോൾഡ് ഡബിളായി. മ്യൂച്വൽ ഫണ്ട് കൊടുത്തിരിക്കുന്നത് മൈനസാണ് ലാസ്റ്റ് 1 year. അപ്പോൾ നമ്മളത് അസറ്റ് അലോക്കേഷൻ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് ഏറ്റവും വലിയ മിഥ്യാധാരണ. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി റിട്ടേൺ കൊടുക്കും. പിന്നെ ചിന്തിക്കുന്നത് വെച്ചാൽ ഈ എൻ്റെ കയ്യിലുള്ള മുഴുവൻ പൈസയും കൊണ്ടുപോയി ഇങ്ങനെയുള്ള ഇക്വിറ്റി റിലേറ്റഡ് പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെ ചില ക്ലയൻസ് പറയും അത് കുഴപ്പമില്ല, ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ പറയും സാർ റിസ്ക് ഇല്ല. അവർ പറയുന്നത് റിസ്ക് ഇല്ലെന്നാണ്. റിസ്ക്കുണ്ട്, റിസ്ക് ഇല്ലാഴിയൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ 3 പ്രാവശ്യം 50% മാർക്കറ്റ് ഡൗൺ കണ്ടിട്ടുണ്ട്. അതായത് ഓൾ ടൈം ഹൈന്ന് 50% കണ്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ അസറ്റ് അലോക്കേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന 4 അവിടെ അങ്ങനെ കിടന്നോളൂ. അത് മേളിപ്പോ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഈ ഗോൾഡിന്റെ കാര്യം സാറ് പറഞ്ഞപ്പോൾ ഈ അടുത്ത് അങ്ങനെ ഒരു ബൂം ഉണ്ട്. അതായത് ഇപ്പൊ ഗോൾഡിന് പ്രൈസ് കൂടിയത് കൊണ്ടും സിൽവർ ആണ് ഇനി അടുത്ത ഗോൾഡ് എന്ന് പറയുന്നതുകൊണ്ടും ഈ ഇക്വിറ്റിയിലേക്ക് മിക്കവാറും ആളുകൾ ഈ ഗോൾഡ് ETF, സിൽവർ ETF ആണ് മേടിക്കുന്നത്. ഇപ്പൊ സിൽവർ ഇടിഞ്ഞ് താഴ്ത്ത് കിടക്കുന്നുണ്ട്, ഇപ്പൊ മേടിക്കാൻ പറയുന്നവരുണ്ട്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? എനിക്ക് അങ്ങനെ ഒപ്പീനിയനേ ഇല്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഒന്നിൻ്റെയും പുറകെ പോകാതിരിക്കുക. നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്? നിങ്ങളുടെ 100 രൂപ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1 കോടി രൂപ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ അസറ്റ് അലോക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്യുക. സിൽവർ കൂടുമ്പം ഇത് സംഭവത്തിലേ ഉള്ളൂ. സിൽവർ, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഇങ്ങനെയുള്ള അസറ്റ് എല്ലാ ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റും എപ്പോഴും 2-3 പ്രൊഡക്റ്റുകൾ താഴെയും 2-3 പ്രൊഡക്റ്റ് മേളിലും ആയിരിക്കും.
അപ്പോൾ അസറ്റുകൾ ഒരിക്കലും ഈ 4 കാറ്റഗറി കൂടെ പോവുകയില്ല. ഗോൾഡ് മേളിൽ പോയാൽ ഇക്വിറ്റി താഴെ പോകും, ഇൻട്രസ്റ്റ് റേറ്റ് മേളിൽ പോയാൽ ഇക്വിറ്റി താഴെ പോകും. സിമ്പിളായി ചിന്തിച്ചാൽ നമുക്കൊരു 10% ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയാൽ ഇക്വിറ്റി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ നിന്ന് ഒരു റിട്ടേണും കിട്ടുകയില്ല. കാരണം എന്തിനും അങ്ങനെ ഞാൻ തന്നെ ചിന്തിക്കും 12% അവിടെ കിട്ടുള്ളൂ. ഈ 2% എക്സ്ട്രാ കിട്ടാൻ വേണ്ടി ഞാനെന്തിനാ വെറുതെ ടെൻഷൻ എടുക്കുന്നത്? അപ്പോൾ എവരി വൺ മൂവ് ടു ഫിക്സഡ് ഇൻകം, ബാലൻസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് ഏത് എമൗണ്ട് ആണെങ്കിൽ ബാലൻസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നതിലേക്കെന്ന് പറയുന്നത് പെൺകുട്ടികൾക്കായിട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്കീമുകളുണ്ട്. ഗവൺമെന്റിന്റെയും അല്ലാണ്ട് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലൊക്കെ ആയിട്ട് ഒരുപാട് സ്കീമുണ്ട്. സാർ പറയുന്ന കുറച്ച് നല്ല സ്കീമുകളുണ്ടല്ലോ, അതേതൊക്കെയാ? പെൺകുട്ടിയാണെങ്കിൽ 10 വയസ്സ് താഴെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം പ്രധാനമന്ത്രിയുടെ സുകന്യ സമൃദ്ധി, ടാക്സ് ഫ്രീ. അതിൽ 15 ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യണം. മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന 1.5 ലക്ഷം രൂപയേ ഉള്ളൂ. മിനിമം എന്ന് പറയുന്നത് 1000 രൂപയേ ഉള്ളൂ. ഈ 1000 രൂപ ഒന്നും ഇട്ടിട്ടൊരു കാര്യമില്ല കേട്ടോ. നമുക്ക് പണം തിരിച്ച് കിട്ടുന്നത് 21 വർഷം കഴിഞ്ഞ് കിട്ടുള്ളൂ. സോ ഒരു 0 ഏജ് ഉള്ളൊരു കുട്ടി അവരുടെ പേരൻസ് 1.5 ലക്ഷം രൂപ വെച്ച് 15 വർഷം ഇൻവെസ്റ്റ് ചെയ്യും, 21 വർഷം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്താൽ ഏകദേശം 70-80 ലക്ഷം രൂപ കിട്ടും. പിന്നെ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യും, എല്ലാ 6 മാസം മാറും അങ്ങോട്ട് കിട്ടും. അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വരികയില്ല. ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്. ഇന്ത്യയിൽ ആകെ 2 ഫൈനാൻഷ്യൽ പ്രോഡക്റ്റേ ഉള്ളൂ ടാക്സ് ഫ്രീ, സുകന്യയും NPS ഇൻവെസ്റ്റ്മെന്റ്. അല്ലാതെ ഇങ്ങനെ ലോങ് ടൈമിൽ PPF പബ്ലിക് പ്രോഡക്റ്റ് ഫണ്ട്. ഇപ്പം നമ്മൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് പറഞ്ഞില്ലേ, ഒരു HNI ക്ലയൻറ്റ് ഡോക്ടേഴ്സൊക്കെ HNI ക്ലയൻറ്റ്, അവർക്കൊക്കെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് പകരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. അത് ടാക്സ് ഫ്രീ ആണ്, മറ്റേത് ടാക്സബിളാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫാമിലി 4 മെമ്പറുണ്ട്. HNI ക്ലയൻസിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അവർക്ക് 1.5 വെച്ച് 4 പേരുടെ ഇടാമെങ്കിൽ 6 lakhs rupees അവിടെ മാറി കിട്ടും. അത് ഫിക്സഡ് ഇൻകം കാറ്റഗറി വരും, റിസ്ക്കും ഇല്ല, ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതലാണ്. അതൊരു സർട്ടൺ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് വന്നതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മോശമാണെന്നും ആരും പറയും. ഇപ്പം ഞാൻ പറയാമല്ലോ, ഞാനിവിടെ വന്നിട്ട് റീസെൻ്റായിട്ട് നോക്കുമ്പോൾ എടപ്പള്ളിയിൽ 4 കൊല്ലം മുമ്പ് 6000 രൂപ ഉള്ളായിരുന്നു സ്ക്വയർ ഫീറ്റിന്, ഇപ്പം 10,000 rupees. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും, ഫുള്ള് ഇവിടെ തന്നെ ആക്കുക. മനുഷ്യൻ ടെൻഷൻ ആകാതെ ജീവിക്കാൻ വേണ്ടി പറയുന്ന അസറ്റ് അലോക്കേറ്റ് ചെയ്ത് അസറ്റ്. ഗവൺമെന്റും പറഞ്ഞത് ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? സേഫ്റ്റി മെഷർ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ ഇപ്പോൾ നടക്കുന്ന സംഭവം വെച്ചാൽ എല്ലാവരും ഈ ഇക്വിറ്റീൻ്റെ പുറകെയാണ്. പക്ഷെ ഇക്വിറ്റി നല്ലതാണ്. ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യാത്തവരോട് പറയുന്ന നമ്മുടെ റൂളുണ്ട്. ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യം വളരുമോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഗ്രോയിങ് ഡെഫിനറ്റ്ലി യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഇക്വിറ്റി. നമ്മൾ ഈ അൺനോൺ ഫാക്ട്സിൽ സ്വർണം വിൽക്കാൻ പറ്റുന്നുള്ള ആരും പറഞ്ഞില്ല, സ്വർണം വിൽക്കുന്നത് പോസിബിൾ ആണെന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും സ്വർണ്ണം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിസിക്കൽ സ്വർണ്ണം എങ്ങനെ വിൽക്കാമെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ചില നോൺ ഫൈനാൻസ് കമ്പനികൾ ഗോൾഡ് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും അറിയത്തില്ലാത്ത കാര്യമൊക്കെ ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തി തരാം. ആർക്കും അറിയില്ല, സത്യമായിട്ട് പറയാം. അതായത് നമ്മുടെ സ്വർണം, ഫിസിക്കൽ സ്വർണം വിൽക്കുന്നതിന് ഒരു കണ്ടീഷനുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. 1 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കിട്ടുള്ളൂ. നമ്മൾ ഈ ഫിസിക്കൽ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ പോവുക. എന്നിട്ട് അവരോട് പറയാം എനിക്കിത് വിൽക്കണം. അപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ പേരും അഡ്രസ്സൊക്കെ അവർ തരും. ഈ സ്വർണം കൊണ്ട് നമ്മളവിടെ പോവുക. അവരത് ഉരുക്കി തങ്കമാക്കും. എന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. 1 വർഷം, 2 വർഷം, 3 വർഷം, അത് നമ്മുടെ ചോയ്സാണ്. മിനിമം 1 year, 2 year, 3 year. നമുക്കതിന് ഇൻട്രസ്റ്റും തരും അവർ. 1 year ആണ് 0.5%, 2 year ആണ് 0.55%, 3 year ആണ് 0.6%. ഈ കംപ്ലീറ്റ് 1 year കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേന് നമുക്കവിടെ എഴുതി തരുന്നത് എത്ര ഗ്രാമാണെന്ന് എഴുതി തരുന്നത്, അന്നത്തെ റേറ്റും. നമുക്കത് നമ്മുടെ ബ്രാഞ്ചിൽ പോയാൽ അവർ സർട്ടിഫിക്കറ്റ് തരും. കറക്റ്റ് 1 കൊല്ലം കഴിയുമ്പോൾ അന്നത്തെ റേറ്റ് വെച്ച് ഒന്നിൽ നമുക്ക് ക്യാഷ് മേടിക്കാം, ഇല്ലെങ്കിൽ തങ്കം മേടിക്കാം. നമ്മൾ ഈ അൺനോൺ ഫൈനാൻസ് കമ്പനികളൊക്കെ വിൽക്കുമ്പോൾ നമുക്ക് ചില ആൾക്ക് ടെൻഷനുണ്ട്. ഒരു ടെൻഷനില്ല. 1 വർഷം കഴിയുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗോൾഡ് ബുള്ളറ്റിൻ ബ്രാഞ്ച് ഉണ്ട് ബോംബെയിൽ. അവർ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എന്ന് നമ്മൾ ഇടുന്നോ അന്ന് ലാസ്റ്റ് 6 daysൻ്റെ ആവറേജ് പ്രൈസാണ് അവരെടുക്കുന്നത്. വിൽക്കുമ്പോഴും അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്ന ലാസ്റ്റ് 6 daysൻ്റെ പൈസ. എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. അത് മാത്രമല്ല, ഇമാജിൻ ചെയ്യുക, നമുക്ക് 0.5% ഇൻട്രസ്റ്റും തരും. മനസ്സിലായി. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. മനസ്സിലായി. നമ്മുടെ സമയം ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ മൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് പൈസ ചിലവാക്കുമ്പോൾ അല്ലെങ്കിൽ പൈസ കയ്യിലേക്ക് കിട്ടുമ്പോൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ക്രിസ്പായിട്ട് കുറച്ച് പോയിന്റ്സ് സാർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയുക? എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ.
എന്ന് പൈസ ശമ്പളം കിട്ടിയത് അന്ന് തൊട്ട് ചിന്തിക്കേണ്ടത് ഞാൻ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കും, 90 വയസ്സ് ജീവിച്ചിരിക്കും. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് 50 വയസ്സ് വരെ ഉള്ളൂ. ബാക്കിയുള്ള 30 ഇയേഴ്സ് ഞാൻ എങ്ങനെ ജീവിക്കും? ഇന്ന് തന്നെ റിട്ടയർമെൻറ്റിന് വേണ്ടി സേവ് ചെയ്യുക. അത് എവിടെ സേവ് ചെയ്യണമെന്ന് നോക്കുക. നിങ്ങൾ ഇഷ്ടംപോലെ ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ ഇപ്പോൾ കേരളത്തിലുണ്ട്. അത് ഞങ്ങൾ ഒരാളാണ്. എനിക്ക് നാട്ടിൽ എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്യുക. ഒരിക്കലും, ഞാൻ വീണ്ടും പറഞ്ഞു, ഒരിക്കലും റിട്ടയർമെൻറ്റിന് വേണ്ടി സേവ് ചെയ്യുന്ന പൈസ തുടരരുത്. ബാക്കി പൈസ എല്ലാം എടുത്തോളൂ. അതിന് സിമ്പിൾ വൈൻഡപ്പ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% റിട്ടയർമെൻറ്റിന് വേണ്ടി സേവ് ചെയ്യുക. ബാക്കി നിങ്ങൾ എന്ത് വേണം ചെയ്തു. 30 എന്നൊക്കെ ഞാൻ പറഞ്ഞു, 30, 40 എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ 10% അൺടിൽ റിട്ടയർഡ് ആകുന്നതിന് വരെ ഒരു കാരണവശാലും നിങ്ങൾ തുടരരുത്. അത് നിങ്ങൾ കൊണ്ടുപോയി 10% മേളിൽ റിട്ടേൺ കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സാമ്പത്തികമായ ഉള്ള പ്രോഡക്റ്റുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ ഇൻഷുറൻസിന് ട്രഡീഷണൽ പ്ലാനുകളുണ്ട്, അവിടെ ഒന്നും കൊണ്ടിട്ട് 5% കിട്ടി നിങ്ങൾക്ക് റിട്ടയർഡ് ആകാനൊന്നും പറ്റില്ല. കുറച്ച് റിസ്ക് എടുത്ത് മ്യൂച്വൽ ഫണ്ട് പോലുള്ള സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ റിട്ടയർമെൻറ്റ് നിങ്ങൾ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യുക. 25 50 റിട്ടയർഡ് 25 കൊല്ലം തൊടാതിരിക്കുക. ഒരു ആവറേജ് 12 to 15% കിട്ടും. കാരണം നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നത്തിങ് വിൽ ഗോയിൻ ടു. പിന്നെ ഇതിങ്ങനെ ECG ആണ്, അത് കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ജീവിച്ചിരുന്ന റിട്ടയർമെൻറ്റ് വരും. എപ്പോഴും അത് മനസ്സിൽ കൊണ്ടുവരണം. ജീവിക്കണമെങ്കിൽ ഇപ്പം ആലോചിക്കണം. മറ്റുള്ളവർ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കണം. അന്തസ്സോടെ ജീവിക്കണമെങ്കിൽ റിട്ടയർമെൻറ്റിന് വേണ്ടി ഇപ്പോഴേ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ 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 സർ, താങ്ക് യു വെരി മച്ച്.